രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. കേവലം ഒരു സാമ്പത്തിക ക്രമക്കേട് എന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ അവിഹിത സ്വത്ത് സമ്പാദനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് ED അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. അന്വേഷണത്തിന്റെ നിലവിലെ പോക്ക് വിലയിരുത്തിയാൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഉടൻ തന്നെ കേസിൽ ഔദ്യോഗികമായി പ്രതിപട്ടികയിൽ ഇടം പിടിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് തൽക്കാലം ഒഴിവാക്കിക്കൊണ്ട് വീണയ്ക്കെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ ഏജൻസി ഒരുങ്ങുന്നത്. CPM-നെയും ഭരണകൂടത്തെയും ആകെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു നിർണായക വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മകളുടെ കമ്പനിയുടെ മറവിൽ നടന്ന കോടികളുടെ ഇടപാടുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്കും ED സജീവമായി പരിശോധിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന കാര്യവും EDയുടെ പരിഗണനയിലുണ്ടെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. നേരത്തെ കമ്പനികൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അന്വേഷണം ഇപ്പോൾ വീണയുടെ വ്യക്തിഗത സ്വത്തുക്കളിലേക്കും ഭൂമി ഇടപാടുകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അഴിമതി പണം എങ്ങോട്ടേക്കാണ് ഒഴുക്കിയത് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ് EDയുടെ ലക്ഷ്യം. വീണയുടെ സ്വത്തുക്കളുടെ ഉറവിടം തേടി കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ ED ഉദ്യോഗസ്ഥർ നടത്തിയ അപ്രതീക്ഷിത പരിശോധനകൾ പിണറായി ക്യാമ്പിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാതിരിയാട് പിണറായി വില്ലേജുകളിലാണ് ED സംഘം നേരിട്ടെത്തി വലവിരിച്ചത്. വില്ലേജ് ഉദ്യോഗസ്ഥരെ ഒപ്പം കൂട്ടി വീണയുടെ പേരിലുള്ള ഭൂമിയുടെ രേഖകളും കൃത്യമായ അതിരുകളും ED സംഘം അളന്നു തിട്ടപ്പെടുത്തി. പാതിരിയാട് വില്ലേജ് ഓഫീസിലെത്തിയ സംഘം സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ കൂട്ടി പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പിണറായി വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷന് സമീപമുള്ള സ്ഥലത്തിന്റെ വിശദാംശങ്ങളും ED അരിച്ചുപെറുക്കി. എക്സാലോജിക് കമ്പനിയുടെ ബംഗളൂരു, കൊച്ചി ഓഫീസുകളിലെ രേഖകളും CMRLന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ച EDക്ക് അഴിമതിയുടെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് സ്വത്ത് വിവരങ്ങൾ പരിശോധിച്ചതിലൂടെ ED ലക്ഷ്യമിടുന്നത് കൃത്യമായ കെണിയൊരുക്കാനാണ്. മാസപ്പടിയായി കൈപ്പറ്റിയ കള്ളപ്പണം ഉപയോഗിച്ചാണോ ഈ സ്വത്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടിയതെന്ന് ഉറപ്പുവരുത്തി കുറ്റപത്രത്തിലെ എല്ലാ വിടവുകളും അടയ്ക്കാനാണ് കേന്ദ്ര ഏജൻസിയുടെ നീക്കം. ഇതോടെ മാസപ്പടി കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കോടതി കയറേണ്ടി വരുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പിണറായി വിജയന്റെ കുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന അതിശക്തമായ നിയമ നടപടികൾക്കായിരിക്കും.